+2 എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതായത് മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ ഒരു 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് GDP ഡിഫ്ലേറ്റർ എന്നും GDP ഡിഫ്ലേറ്ററിൻ്റെ കാൽക്കുലേഷനും ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് GDP ഡിഫ്ലേറ്റർ? The ratio of nominal GDP to real GDP expressed as a percentage is defined as GDP deflator. അതായത് നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ്. നോമിനൽ GDPയെ റിയൽ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ പെർസെൻറ്റേജ് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എന്ത് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Nominal GDP of a country in 2018 was 15,000. Real GDP of the same country in 2018 based on 2014 base year prices was 14,000. അതായത് 2018 ഒരു രാജ്യത്തിൻ്റെ പണപരമായ GDP എന്ന് വെച്ചാൽ എന്താണ്? അത് നോമിനൽ GDP ആണ്. എത്രയാണ് വരുന്നത്? 50,000 രൂപ. അതുപോലെ തന്നെ 2014 അടിസ്ഥാന വർഷമാക്കി ആ ഒരു വില പ്രകാരം അതേ രാജ്യത്തിൻ്റെ യഥാർത്ഥ GDP റിയൽ GDP എത്രയാണ്? 40,000 രൂപയെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. GDP ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഇവിടുത്തെ നോമിനൽ GDP എത്രയാണ്? ഇവിടുത്തെ നോമിനൽ GDP 50,000 ആണ്. 50,000 ഡിവൈഡ് ബൈ 40,000 ഇൻറ്റു 100. നോക്കിയേ, മുകളിൽ 4 0, താഴെ 4 0, അത് 4 നമ്മൾ വെട്ടിക്കളയുന്നു. 5 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100 എന്നായി. ഓക്കെ, അപ്പോൾ എന്താണ്? 5 ഇൻറ്റു 100, 500 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 125% ഇവിടുത്തെ എന്ത് കിട്ടുന്നത്? GDP ഡിഫ്ലേറ്റർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ GDP ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ഇൻ 2015 the GDP at current price is 8,500. In 2015 the GDP at constant price is 7,000. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2015 GDPയുടെ കറണ്ട് പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 8,500ഉം അതുപോലെ 2015 തന്നെ GDPയുടെ കോൺസ്റ്റന്റ് പ്രൈസ് ആയിട്ട് തന്നിരിക്കുന്നത് 7,000 ആണ്. ഇവിടുത്തെ നോമിനൽ GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ കറണ്ട് പ്രൈസായ 8,500ഉം അതുപോലെ തന്നെ ഇവിടുത്തെ റിയൽ GDP എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് പ്രൈസായ 7,000 ആണ്. GDP ഡിഫ്ലേറ്റർ ഇക്വേഷൻ നമുക്കറിയാം. നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നോമിനൽ GDP എത്രയാണ് വന്നിരിക്കുന്നത്? 8,500 ഡിവൈഡ് ബൈ റിയൽ GDP എത്രയാണ് വരുന്നത്? 7,000. ഓക്കെ, അപ്പോൾ 8,500 ഡിവൈഡ് ബൈ 7,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? GDP ഡിഫ്ലേറ്റർ. ഇവിടെ ആൻസർ 121.42 ആണ് ഇവിടുത്തെ GDP ഡിഫ്ലേറ്റർ.